അസ്സലാമു അലൈക്കും. എനിക്ക് എൻ്റെ മകൾക്കും ഒരു കിടക്കാനൊരു വീടില്ല. 35 വയസ്സായി മകൾക്ക്, കല്യാണം കഴിഞ്ഞിട്ടില്ല. എനിക്ക് 77 വയസ്സായി. ഞങ്ങൾക്കൊരു കിടക്കാനൊരു ചാള ഉണ്ടാക്കി തരണം. നിങ്ങൾ എല്ലാവരും കൂടി പഠിത്തവൻ്റെ കൃപയുണ്ട്. നിങ്ങൾക്ക് പോണവിടേക്കും ഉള്ളവിടേക്കും റബ്ബ് നിങ്ങൾക്ക് തുറന്നു നിൽക്കട്ടെ. അങ്ങനെ ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ നിങ്ങൾക്ക് വളരെ അള്ളാഹുവിൻ്റെ ഒക്കെ ഒന്ന് കൂലി കിട്ടും. അത്ര മാത്രം പറയുന്നുള്ളൂ. അസ്സലാമു അലൈക്കും. എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉമ്മയാണിത്. 77 വയസ്സുണ്ട്. ഉമ്മ ഞാൻ പണിയെടുത്തിട്ട് വന്നിട്ടാണ്, തൊഴിലുറപ്പിൻ്റെ പണി കൊണ്ട് വന്നിട്ടാണ് ഇവിടെ കഴിയുന്നത്. ഈ പുറകിൽ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. വീടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ബാത്റൂം സൗകര്യം പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് സന്മനസ്സുകളുടെ സഹായം കിട്ടണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം. സൈദലവി ആലത്തൂർ വടക്കഞ്ചേരിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ അയിലൂർ പഞ്ചായത്ത് 2-ാം വാർഡ് കാരക്കാട്ട് പറമ്പിലാണ്. ബീവാത്തുമ്മ 77 വയസ്സ്, ഭർത്താവ് മരണപ്പെട്ടു. മകൾ സുബൈദ 35 വയസ്സ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. ഇടിഞ്ഞു വീഴാറായിട്ടുള്ള നമ്മുടെ പുറകിൽ കാണുന്ന വീടാണ് ഇവർ താമസിക്കുന്ന വീട്. ഈ ഉമ്മയും മകളും നോക്കാൻ ആരുമില്ല. ഈ നാട്ടുകാരും ഈ മഹല്ലിലെ പ്രദേശികളും മാത്രമാണ് ഇവർക്ക് സഹായത്തിനായിട്ടുള്ളത്. അതുപോലെ തന്നെ ചാരിറ്റി മേഖലയിൽ നിൽക്കുന്ന ഒരുപാട് സഹപ്രവർത്തകരുടെ കൂട്ടായ്മയിലാണ് ഇപ്പോൾ ഇവരെ വേറൊരു വാടക വീട്ടിലേക്ക് താമസം മാറ്റിയിരുത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് നിമിഷവും തകർന്നു വീഴാറായ വീടാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. ഈ വീട്ടിൽ ഇവർ നിന്നിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷം എന്തും സംഭവിക്കാം. കാരുണ്യ മനസ്ഥിതിയായിട്ടുള്ള നമ്മളുടെ വിദേശത്തുള്ളവരും നമ്മുടെ സുമനസ്സുകളായിട്ടുള്ള എല്ലാവരുടെ സഹകരണത്വം കൊണ്ട് നമ്മൾക്ക് ഇവർക്കൊരു പാർപ്പിടം നിർമ്മിച്ചു കൊടുക്കണം. പാർപ്പിടം എല്ലാവരുടെയും ഒരു അവകാശമാണ്. വളരെ നിർദ്ധരായിട്ടുള്ള ഈ ഉമ്മയും മോൾക്കും നമ്മളിൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ എല്ലാവരും അള്ളാഹുവിൻ്റെയും ദൈവത്തിൻ്റെയും നാമത്തിൽ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. 2 ജീവനുകളാണ് ഈ വീട്ടിൽ കിടന്നുറങ്ങുന്നത്. അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത്. നമുക്ക് വേണ്ടത് അവർക്ക് ചെറിയൊരു 600 സ്ക്വയർ ഫീറ്റെങ്കിൽ 600 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ചെറിയ വീടാണ് വേണ്ടത്. 77 വയസ്സായ ഈ ഉമ്മാക്ക് വേണ്ടിയിട്ട് ആ പൊന്നുമോള് ജീവിതം വരെ വേണ്ട എന്ന് വെച്ച് ഈ ഉമ്മാൻ്റെ കൂടെ നിൽക്കുന്നതാണ്. അവർക്ക് വേണ്ടി കഴിവിൻ്റെ പരമാവധി നിങ്ങളിലെല്ലാവരും സഹായിക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ കയ്യിൽ നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പറിൻ്റെ സാക്ഷ്യപത്രമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ അപേക്ഷകളുണ്ട്. അവരുടെ ആധാർ കാർഡ് അങ്ങനെയുള്ള ഡീറ്റെയിൽ ഉണ്ട്. പള്ളി മഹല്ല് മുതുകുന്നി ഹനഫി ജുമാഅത്ത് പള്ളി അവരുടെ സാക്ഷ്യപത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ മറ്റെല്ലാ രേഖകളും നമ്മുടെ കൈവശമുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ വാർഡ് മെമ്പർ കൂടെ പരിസരത്തുണ്ട്. ഞാൻ അയിലൂർ ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ പേര് പുഷ്പകരൻ എന്നാണ്. എൻ്റെ വാർഡിലുള്ള ആളാണ് ഇവരുടെ വീട് ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ്. പക്ഷേ ഇവർക്ക് ലൈഫ് മിഷനിലെ പേര് വന്നിട്ടുണ്ടെങ്കിലും അത് കിട്ടാൻ ചില താമസങ്ങൾ അതിൻ്റേതായിട്ട് ഉണ്ട്. ആയതുകൊണ്ട് ഈ വർഷക്കാലം ഈ വീട്ടിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് വാടക വീട്ടിലാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാനിവിടുത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. പൊതുപ്രവർത്തകൻ കൂടിയാണ്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന വീടിന് മുമ്പിൽ നമ്മളോടൊപ്പമുള്ള ഉമ്മയും മകളും വളരെ കഷ്ടപ്പെട്ടാണ് അവർ നിത്യജീവിതം നയിക്കുന്നത്. ഉമ്മയ്ക്ക് പ്രതിമാസം കിട്ടുന്ന 1600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷനും മകൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കിട്ടുന്ന ജോലിയും ആ വരുമാനം കൊണ്ട് മാത്രമാണ് ഈ കുടുംബം ജീവിച്ചു പോരുന്നത്. ഒരു 3.5 സെൻറ്റ് സ്ഥലത്താണ് ഇവരുടെ ഈ പൊളിഞ്ഞു വീഴാറായ ഏകദേശം 60 വർഷത്തോളം പഴക്കമുള്ള ഈ വീട് നിൽക്കുന്നത്. ഒരു മഴക്കാലം കൂടി താങ്ങാനുള്ള ശക്തി ഈ വീടിനുണ്ടാവുമെന്ന് തോന്നുന്നില്ല. നല്ലവരായ സാമൂഹ്യ സേനകൾ ഇടപെട്ട് അവർക്കൊരു വീടുണ്ടാക്കി, അടിയന്തരമായൊരു വീടുണ്ടാക്കി കൊടുക്കാനുള്ള സഹായം ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അപേക്ഷിക്കുവാനുള്ളത്.